മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ മോളുടെ ജാതകം ആ കുടുംബ ജോത്സ്യനല്ലേ നോക്കിയത്, എന്നിട്ട് എന്താടാ പറഞ്ഞതെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, നല്ല ജാതകമാണെന്നും മോൾക്ക് രാജയോഗമാണെന്നുമാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇപ്പോൾ രാജയോഗമെല്ലാം കിട്ടിയിരിക്കുന്നത് ആ ലക്ഷ്മിക്കാണെന്നും നിനക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കുചേലനായിട്ടുള്ള ഒരു മരുമകനെയാണെന്നും പറയുന്നുണ്ട്. കുബേരനാണെങ്കിൽ ആ കണ്ണനാണെന്നുമെല്ലാം മുത്തശ്ശി കൂട്ടിച്ചേർക്കുന്നു. ആ കണ്ണനാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യവും മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നു. അത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ അമ്പലത്തിലോട്ട് പോകാനായിട്ട് വേഷം മാറാനായിട്ട് പോകുകയാണ്. അങ്ങനെ ഒരു സ്വാമിയുടെ വേഷം കെട്ടി തന്നെ പ്രതാപൻ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നു. ഇനി കണ്ണൻ നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നീ നേരെ കാശിക്ക് വിട്ടോളാൻ പറയുന്നുണ്ട് പ്രതാപനോട്. അതിനുശേഷം ഞാൻ ആരും കാണാതെ അങ്ങോട്ടേക്ക് വരാമെന്നെല്ലാം മുത്തശ്ശിയും പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് വാമദേവനാണെങ്കിൽ മഹിയെ കാണുന്നുണ്ട്. അങ്ങനെ മഹി ചോദിക്കുന്നുണ്ട്, ഇനിയും ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ തട്ടാനാണോ ശ്രമമെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം ഞാൻ നിർത്തി മോളെ, ഇനി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല, എനിക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ആ പാവമല്ലേ, ആ കരുണയെ ഇങ്ങനെ ദ്രോഹിക്കണോ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും അവൾ കുറച്ച് പാടുപെടട്ടെ, അവൾ ഞങ്ങളെയെല്ലാം ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുള്ളവളാണ്, അതുകൊണ്ട് ഇതൊന്നും അത്ര വലിയ ഒരു കഷ്ടപ്പാടല്ല എന്നെല്ലാം മഹി പറയുന്നു. ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമല്ല, ഇതൊക്കെ കണ്ണേട്ടൻ്റെ തീരുമാനമാണെന്നെല്ലാം മഹി കൂട്ടിച്ചേർക്കുന്നു. എന്താണ് നിങ്ങൾക്കിപ്പോൾ അവളോട് ഇത്ര വലിയ അനുകമ്പ? അവൾ നിങ്ങളോട് എന്തെങ്കിലും പരാതി പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടല്ല, പ്രതാപനാണ് ഇതെല്ലാം പറഞ്ഞത്. അയാൾക്കാണെങ്കിൽ അയാളുടെ മകളെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ വളരെ സങ്കടമുണ്ടെന്നും അയാളാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി ഇതെല്ലാം എന്നോട് പറഞ്ഞെന്നും പറയുന്ന കേട്ട് മഹി പറയുന്നുണ്ട്, അയാളുടെ മകളെ കമലേശ്വരത്ത് നിന്നും കഷ്ടപ്പെടുന്നത് അയാളൊന്ന് കാണണം, അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നെല്ലാം മഹി പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹി ചോദിക്കുന്നു, കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആക്സിഡൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നെല്ലാം മഹി ചോദിക്കുന്നത് കേട്ട് വാമദേവനൊന്നും ഞെട്ടുന്നു. വാമദേവൻ്റെ പരിഭ്രമമെല്ലാം കാണുമ്പോഴേക്കും മഹി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇത്ര പരിഭ്രമിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് പങ്കുണ്ടോ എന്ന് ചോദിക്കുന്നതും വാമദേവൻ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് അമ്പലത്തിലോട്ട് എത്തുകയാണ് നമ്മുടെ അനന്തവും കണ്ണനും കൂടെ. അങ്ങനെ കണ്ണനാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, മഹിക്കാണെങ്കിൽ 7ാം മാസമായില്ലേ, ഇനി അമ്പലത്തിൽ വരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്നോട് ഒരുപാട് വഴിപാടുകളെല്ലാം ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറയുമ്പോഴേക്കും അനന്ത് പറയുന്നുണ്ട്, എനിക്കും ലേഖ ഒരുപാട് വഴിപാടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിനുകൂടി തന്നെയാണ് ഞാൻ ഈ അമ്പലത്തിലോട്ട് വന്നതെന്നെല്ലാം പറയുകയാണ്. പിന്നീട് മഹിക്കും തനിക്ക് ജനിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കരുതെന്ന് കണ്ണനാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വഴിപാടുകളെല്ലാം നടത്തി കണ്ണനാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രതാപനാണെങ്കിൽ വേഷം മാറി വരുന്നുണ്ട്. ഒരു സ്വാമിജിയുടെ വേഷം ധരിച്ചുകൊണ്ടാണ് പ്രതാപൻ അങ്ങോട്ട് വരുന്നത്. അമ്പലത്തിൽ കടന്നുകൂടാനുള്ള ശ്രമമാണ് പ്രതാപൻ്റേത്. അതേസമയം എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞ് കണ്ണനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്ന സമയമാണ്. പ്രതാപൻ അമ്പലത്തിലോട്ട് കയറുന്നതും അതേ സമയത്ത് തന്നെയാണ്. ഒരു ആൽത്തറ ലക്ഷ്യമാക്കി തന്നെ പ്രതാപനാണെങ്കിൽ അങ്ങോട്ട് നടന്നു നീങ്ങിയാണ്. എന്നിട്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ്. പിന്നീട് വരുന്നവരോടും പോകുന്നവരോടും ഭാവിയും ഭൂതവും എല്ലാം പറയുന്ന ആളാണെന്നെല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഓരോരുത്തരെയായിട്ട് പ്രതാപൻ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദമ്പതികൾ പ്രതാപൻ്റെ അടുത്തെത്തുന്നതും പ്രതാപൻ അവരുടെ കൈ നോക്കിയിട്ട് പറയുന്നുണ്ട്, കറുത്തവാവിനാണല്ലേ ജനിച്ചതെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ ഭാഗ്യം കൊണ്ട് അയാൾ ജനിച്ചത് കറുത്തവാവിലായതുകൊണ്ട് അയാളാണെങ്കിൽ അന്തം വിട്ടു പോവുകയാണ് പ്രതാപൻ പറയുന്നത് കേട്ട്. ഇതെല്ലാം മറിഞ്ഞു നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയ്ക്കാണെങ്കിൽ പ്രതാപനെ കാണുന്നതും വേഷം മാറി വന്നിരിക്കുകയാണെന്നും തന്നെ മനസ്സിലാകുന്നു. അങ്ങനെ അമ്മയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൈയൊന്ന് നോക്കി പ്രവചിച്ചിതാ സ്വാമിജി എന്ന് പറയുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ അമ്മയെ കാണുന്നതും വല്ലാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ്. കാരണം അവരുടെ മുഖത്ത് നല്ല ദിവ്യ തേജസ് ഉണ്ടായിരുന്നത് കൊണ്ട് പ്രതാപന് പണി പാളിയെന്ന് തന്നെ അപ്പോൾ തന്നെ മനസ്സിലാകുന്നു. അങ്ങനെ അമ്മ കാണയിൽ കൈ നീട്ടി കാണിക്കുമ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ആ അമ്മയുടെ കയ്യിൽ പല കാര്യങ്ങളും തന്നെ കാണുകയാണ്. താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന പ്രതാപനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അതേസമയം അമ്മയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ പ്രതാപൻ പോകുന്നതെല്ലാം നോക്കി നിൽക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, മഹിയില്ലാതെ ഞാൻ ഈ അമ്പലത്തിൽ ഇതുവരെ വന്നിട്ടില്ല, മഹിയോടുകൂടി തന്നെയാണ് ഞാൻ എപ്പോഴും വന്നിട്ടുള്ളത്, ഇനി എൻ്റെ കുഞ്ഞിനെയായിട്ടും മഹിയെയായിട്ടും ഇനി വേറൊരു ദിവസം ഈ അമ്പലത്തിൽ ഞാൻ വരുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതേസമയം കള്ളത്തരമെല്ലാം വെളിച്ചത്താകുന്ന പ്രതാപനാണെങ്കിൽ താടിയും മുടിയെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷം കാറിൻ്റെ പിറകിലാണെങ്കിൽ ഒളിച്ചു നിൽക്കുകയാണ്. കണ്ണൻ എങ്ങാനും നടന്നു വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ. പക്ഷേ അതുമാത്രം പ്രതാപന് കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പ്രതാപൻ്റെ കണ്ണെല്ലാം മൂടിക്കെട്ടുന്ന പോലെ അമ്മയുടെ ആ ദിവ്യശക്തി കൊണ്ട് അതിന് സാധിച്ചെടുക്കുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.